നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഹൈക്കോടതിയിൽ സർക്കാർ ഒടുവിലായി നാണം കെട്ടത് പെരിങ്ങോം ഭൂമി തട്ടിപ്പ് കേസിൽ. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് AG ഓഫീസിനെതിരെ ഉയർത്തിയ രൂക്ഷ വിമർശനത്തിന് പശ്ചാത്തലമായത് പയ്യന്നൂരിലെ അഡ്വക്കേറ്റ് MV അമരേശൻ മുഖേന ഹൈക്കോടതിയിലെത്തിയ ഈ കേസായിരുന്നു. മാടായിക്കാവ് ക്ഷേത്രത്തിലെ ജൈവവൈവിധ്യ കേന്ദ്രമായ വള്ളിക്കെട്ട് കാവിൽ മാലിന്യ ടാങ്ക് നിർമ്മിക്കുന്നതിനെതിരെ ജനകീയ പ്രതിഷേധം ശക്തമാകുന്നു. നിർമ്മാണത്തിനെതിരെ പരിസ്ഥിതി സംഘടനകളും രംഗത്ത്. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഗാന്ധി സംഘത്തിന്റെ ഓണമേള ഗാന്ധി പാർക്കിൽ C. കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. പുതിയങ്ങാടി മേഖലയിൽ ഭവനരഹിതരായ മത്സ്യത്തൊഴിലാളികൾക്ക് വീടൊരുങ്ങുന്നു. പദ്ധതിയുടെ അവലോകന യോഗം TV രാജേഷ് MLA അധ്യക്ഷതയിൽ നടന്നു. ഓഗസ്റ്റ് 12 നടക്കുന്ന പ്രവാസി ജില്ലാ സമ്മേളനത്തിന്റെ വരവറിയിച്ച ബിലാത്രയിൽ വിളംബര ഘോഷയാത്ര. വാർത്തകൾ വിശദമായി. സർക്കാർ അഭിഭാഷകർക്ക് നേരെ ഹൈക്കോടതി ജസ്റ്റിസ് സമീപകാലത്ത് നടത്തിയ കടുത്ത വിമർശനം കേരളത്തിൽ വലിയ വിവാദമുണ്ടാക്കിയിരുന്നു. ജസ്റ്റിസിന്റെ വിവാദ പരാമർശത്തിന് പശ്ചാത്തലമായത് ഹൈക്കോടതി അഭിഭാഷകനായ പയ്യന്നൂരിലെ അഡ്വക്കേറ്റ് MV അമരേശന്റെ കേസായിരുന്നു. അഡ്വക്കേറ്റ് ജനറൽ ദണ്ഡപാണിയും ഹൈക്കോടതി ജസ്റ്റിസ് അലക്സാണ്ടർ തോമസും തമ്മിലുണ്ടായ വിവാദത്തിന് പശ്ചാത്തലമായത് ലാൻഡ് ട്രിബ്യൂണൽ തഹസിൽദാർ V. രാമചന്ദ്രൻ പയ്യന്നൂരിലെ ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് MV അമരേശൻ മുഖേന ഹൈക്കോടതിയിൽ നൽകിയ കേസായിരുന്നു. പെരിങ്ങോം ഭൂമി തട്ടിപ്പ് കേസിൽ വിജിലൻസ് അന്വേഷണത്തിൽ ലാൻഡ് ട്രിബ്യൂണൽ തഹസിൽദാർ V. രാമചന്ദ്രനടക്കം 5ഓളം പേരെ സസ്പെൻഡ് ചെയ്ത് നടപടിയെടുത്തിരുന്നു. V. രാമചന്ദ്രനെ സസ്പെൻഡ് ചെയ്ത് നടപടി ചോദ്യം ചെയ്തായിരുന്നു അഡ്വക്കേറ്റ് അമരേശൻ കേസ് വാദിച്ചത്. ലാൻഡ് ട്രിബ്യൂണൽ തഹസിൽദാർ മുൻസിഫിൻ്റെ സ്റ്റാറ്റസുള്ള ജുഡീഷ്യൽ ഉദ്യോഗസ്ഥനായതിനാൽ അദ്ദേഹത്തിനെതിരെ വിജിലൻസ് എടുത്ത നടപടി നിലനിൽക്കില്ല എന്ന വാദമാണ് അഡ്വക്കേറ്റ് അമരേശൻ ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. മുമ്പ് സർക്കാർ തന്നെ സമാന സ്വഭാവമുള്ള കേസിൽ തഹസിൽദാരെ മുൻസിഫിൻ്റെ സ്റ്റാറ്റസുള്ള ഉദ്യോഗസ്ഥനായി കാണുകയും കേസ് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഗവൺമെൻറ് ഉത്തരവ് എന്തുകൊണ്ട് തൻ്റെ കക്ഷിക്ക് ബാധകമാക്കുന്നില്ല എന്ന അഡ്വക്കേറ്റ് അമരേശൻ്റെ ചോദ്യത്തിനാണ് ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് സർക്കാർ അഭിഭാഷകരിൽ നിന്ന് ഉത്തരം ആരാഞ്ഞത്. നിശ്ചിത സമയത്ത് കൃത്യമായ മറുപടി ബോധിപ്പിക്കുന്നതിൽ സർക്കാർ അഭിഭാഷകർ വരുത്തിയ വീഴ്ചയാണ് AG ഓഫീസിനെതിരെ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് രൂക്ഷമായ വിമർശനം നടത്തുന്നതിലേക്ക് എത്തിച്ചത്. സർക്കാരെ സംബന്ധിച്ച് എന്ന് പറഞ്ഞിട്ട് ആ കേസ് ക്വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേരള ഹൈക്കോടതിയിൽ ഞാൻ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കേസിൻ്റെ മധ്യേ ഇതേപോലെയുള്ള മറ്റൊരു കേസിൽ സർക്കാർ എടുത്ത നിലപാട് ഞാൻ ഈ കേസിൽ ഉന്നയിച്ച വിഷയത്തിന് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആ ഗവൺമെൻറ് ഓർഡറിൻ്റെ കോപ്പി ഞാൻ സർക്കാരിന് ജഡ്ജിന് കൊടുത്തിട്ട് പറഞ്ഞു, നോക്ക് ഇതിലെടുത്തിരിക്കുന്ന നിലപാട് തന്നെ എൻ്റെ കക്ഷിയുടെ കേസിലും എടുക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഓർഡർ കൊടുത്തത്. ആ ഓർഡർ ജഡ്ജ് വാങ്ങി ഉടനെ തന്നെ ഗവൺമെൻറ്റോട് പറഞ്ഞു, നിങ്ങളതിൽ സമാധാനം ബോധിപ്പിക്കണം. എന്തുകൊണ്ടാണ് ആ ഗവൺമെൻറ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന ആനുകൂല്യം അല്ലെങ്കിൽ ആ നിലപാട് എൻ്റെ കക്ഷിക്ക് കൂടി ലഭ്യമാക്കാത്തത് അല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടി പറ്റാത്തതെന്ന് പറയണമെന്ന് പറഞ്ഞിട്ടാണ് ഗവൺമെൻറ്റോട് പറഞ്ഞിട്ടുള്ളത്. ഗവൺമെൻറ്റോട് സമയം പറഞ്ഞു, ഇത്ര സമയത്തിനുള്ളിൽ ഇന്ന തീയതി കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നാൽ അതിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സമയത്തും അതുപോലെ വ്യക്തമായ മറുപടിയും കൊടുത്തില്ല എന്നതാണ് ആകെ ഉണ്ടായിരുന്ന ഇഷ്യൂ. ഈ സംഭവം നിയമസഭയിലും വലിയ ഒച്ചപ്പാടിനിടയാക്കിയിരുന്നു. കേരള രാഷ്ട്രീയത്തെ ഏറ്റവും ഒടുവിലായി പിടിച്ചുലച്ച ഹൈക്കോടതി പരാമർശമായിരുന്നു അത്. പ്രതിപക്ഷ നേതാക്കളുടെ രൂക്ഷമായ എതിർപ്പിനൊപ്പം KPCC പ്രസിഡന്റ് VM സുധീരൻ AG ഓഫീസിനെതിരെ പ്രതികരിച്ചതും കേരളം ചർച്ച ചെയ്തു.
മാടായിക്കാവിലെ ജൈവ വൈവിധ്യ കേന്ദ്രമായ വള്ളിക്കെട്ട് കാവിൽ മാലിന്യ ടാങ്ക് നിർമ്മിക്കുന്നു. പ്രതിഷേധവുമായി പരിസ്ഥിതി സംഘടനകൾ രംഗത്ത്. സീക്ക് പ്രവർത്തകർ സ്ഥലം സന്ദർശിച്ചു. മാടായിക്കാവ് ക്ഷേത്രത്തിലെ മലിനജലവും മറ്റും ഒഴുക്കിവിടുന്നതിനായി ക്ഷേത്രത്തിലെ വടക്കേ നടയോട് ചേർന്ന് നിർമ്മിക്കുന്ന മാലിന്യ ടാങ്കാണ് വിവാദമാകുന്നത്. പ്രതിഷേധവുമായി പരിസ്ഥിതി സംഘടനയായ സീക്ക് രംഗത്തെത്തി. ക്ഷേത്രത്തിന് സമീപത്തെ വള്ളിക്കെട്ട് ഓരോ വർഷം കഴിയുന്തോറും വിസ്തൃതി കുറഞ്ഞുവരികയാണ്. ഇപ്പോൾ നിർമ്മിച്ച ടാങ്കിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നു. ദുർഗന്ധം കാരണം ഇതിന് സമീപത്ത് നിൽക്കാൻ കൂടി പറ്റാത്ത അവസ്ഥയാണ്. വള്ളിക്കെട്ടിനകത്തുകൂടി ഒഴുകുന്ന നീരുറവയെ തടസ്സപ്പെടുത്തിയാണ് ടാങ്ക് നിർമ്മിക്കുന്നതെന്നും സീക്കിന്റെ ഭാരവാഹികൾ പറയുന്നു. മാലിന്യ ടാങ്കിൽ നിന്ന് സമീപഭാവിയിൽ മലിനജലം പുറത്തേക്ക് വ്യാപിക്കുകയും പ്രദേശത്തെ കുടിവെള്ളം മുട്ടുമെന്നും ഇവർ ആരോപിച്ചു. മാടായിക്കാവിലെ കലശ മഹോത്സവത്തിന് തെയ്യങ്ങൾ പുറപ്പെടുന്നതിന് സമീപത്താണ് ടാങ്ക് നിർമ്മിക്കുന്നത്. മാലിന്യ ടാങ്ക് നിർമ്മാണം നിർത്തിവെക്കണമെന്ന് സീക്ക് ഡയറക്ടർ ടി.പി. പത്മനാഭൻ മാസ്റ്റർ പറഞ്ഞു. മാടായിക്കാവിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള അതിൻ്റെ വടക്കേ നടക്കൽ ചീഞ്ഞ് നാറുന്ന മാലിന്യങ്ങൾ കൊണ്ട് ആർക്കും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. അവിടെ തന്നെ നന്നായി മഴക്കാലത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നീരൊഴുക്കിനോട് ചേർന്നാണ് ഇപ്പോൾ ഒരു മാലിന്യ ടാങ്ക് കെട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ ആവശ്യമാണ്. ഭക്തിയുടെ മറവിൽ ഭക്തി വിൽക്കുന്നവരും ഭക്തി വാങ്ങുന്നവരും തമ്മിൽ നടത്തുന്ന ഈ വമ്പിച്ച കച്ചവടത്തിൽ യഥാർത്ഥത്തിൽ മാടായിക്കാവിലമ്മയെ പറ്റിയുള്ള സങ്കല്പങ്ങൾക്ക് അടിസ്ഥാന തലത്തിലുള്ള സങ്കല്പങ്ങളിലാണ് മാലിന്യം ചേർക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ ടാങ്കിൽ 4 അടി ആഴത്തിൽ ഇപ്പോൾ തന്നെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. എന്താണ് അതിനർത്ഥം? ഈ വെള്ളിക്കെട്ടിനകത്തുള്ള വെള്ള സംഭരണിയിലാണ് ഇവിടെ മാലിന്യങ്ങൾ ഒഴുക്കാൻ പോകുന്നത്. ഇത് താഴ്ഭാഗത്തേക്കും ചുറ്റുഭാഗമുള്ള ഭാഗങ്ങളിലേക്ക് ഭാവിയിൽ ഉണ്ടാക്കുന്ന മാലിന്യം ഒരു അമ്പലത്തിൽ നിന്ന് ചൈതന്യമാണ് പ്രസരിക്കേണ്ടതെങ്കിൽ ഇതാ ഇവിടെ ഭക്തിയുടെ മറവിൽ മാലിന്യം പ്രസരിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുകയാണ്. സർവശക്തിയും ഉപയോഗിച്ച് എല്ലാവരും ഇന്നാട്ടിലെ മുഴുവൻ പേരും ഇതിൽ പ്രതിഷേധിക്കേണ്ടതാണെന്ന് സീക്കിന്റെ ഒരു ഭാരവാഹി എന്ന രീതിയിൽ എനിക്ക് അഭിപ്രായമുണ്ട്. പരിസ്ഥിതി പഠനത്തിനായി ദൂരദേശങ്ങളിൽ നിന്നു പോലും ഇവിടെ ആളുകൾ എത്താറുണ്ട്. അപൂർവയിനം സസ്യ ജന്തു വൈവിധ്യങ്ങളുടെ കലവറയാണ് വള്ളിക്കെട്ട്. മാടായിക്കാവിലമ്മയ്ക്കും ഏറ്റവും പ്രിയങ്കരമായ സ്ഥലമാണ് വള്ളിക്കെട്ടെന്നും പറയാറുണ്ട്. ഇത്തരത്തിൽ പ്രസിദ്ധമായ ഒരു കാവിന് മരണമണി ഒരുക്കുന്ന ക്ഷേത്രം ഭാരവാഹികളുടെ നടപടിക്കെതിരെ ജനരോഷം ഇരമ്പുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിന്റെ ഓണം മേളയ്ക്ക് തുടക്കമായി. സി കൃഷ്ണൻ MLA മേള ഉദ്ഘാടനം ചെയ്തു. സംഘം ഉൽപ്പാദിപ്പിക്കുന്ന ഖാദി, മസ്ലിൻ ഖാദി, മിക്സഡ് ഖാദി തുണിത്തരങ്ങൾ, റെഡിമെയ്ഡ് ഷർട്ടുകൾ, ഖാദി ന്യൂജൻ ഷർട്ടിങ്ങുകൾ, ഉന്നക്കിടക്കകൾ, ബെഡ്ഷീറ്റുകൾ എന്നിവ കൂടാതെ ഇന്ത്യയിലെ പ്രസിദ്ധങ്ങളായ ഖാദി ഗ്രാമങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഖാദി തുണിത്തരങ്ങളും ഡാക്ക മസ്ലിൻ സാരികൾ, ജൂട്ട് സിൽക്ക് സാരികൾ, ജംദാനി സാരികൾ, സ്പൺ സിൽക്ക് സാരികൾ, നിംജരി സാരികൾ, ബനാറസ് പ്രിന്റഡ് സാരികൾ, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് സാരികൾ, ഫാൻസി ഡിസൈൻ സാരികൾ, കാന്ത സിൽക്ക് സാരികൾ, ജയ്പൂർ പ്രിന്റ് DT ബെഡ്ഷീറ്റുകൾ എന്നിവയും 30% റിബേറ്റിൽ മേളയിൽ ലഭിക്കും. ഓഗസ്റ്റ് 10 മുതൽ 27 വരെയാണ് വിപണനമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. വിപണനമേളയിൽ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റ് കൂടാതെ 1000 രൂപയുടെ ക്യാഷ് പർച്ചേസിന് ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ 25 പവൻ സ്വർണം, സ്കൂട്ടർ, സ്മാർട്ട് ഫോൺ കൂടാതെ ആഴ്ചതോറും സ്വർണ്ണ നാണയങ്ങൾ എന്നിവ സമ്മാനമായി ലഭിക്കും. ഗാന്ധി പാർക്കിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കേറ്റ് CV രാമകൃഷ്ണൻ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. സംഘം പ്രസിഡന്റ് E രാമചന്ദ്രൻ അധ്യക്ഷനായി. സംഘം സെക്രട്ടറി E ബാലൻ വിപണനമേളയെക്കുറിച്ച് വിശദീകരിച്ച് സംസാരിച്ചു. തൃക്കരിപ്പൂർ എടാട്ടുമ്മൽ സുഭാഷ് സ്പോർട്സ് ക്ലബിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ അക്രമം. ഞായറാഴ്ച രാത്രിയിൽ ക്ലബിന്റെ ജനച്ചില്ലുകൾ എറിഞ്ഞു തകർത്തു. പ്രദേശത്തെ കലാകായിക രംഗങ്ങളിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന എടാട്ടുമ്മൽ സുഭാഷ് സ്പോർട്സ് ക്ലബിന് നേരെ സാമൂഹ്യ വിരുദ്ധർ ഇതിനു മുമ്പും ആക്രമണം നടത്തിയിരുന്നു. ഞായറാഴ്ച രാത്രി 12 മണിക്ക് ശേഷമാണ് ആക്രമിച്ചതെന്നാണ് സമീപവാസികൾ പറയുന്നത്. കണ്ണുകടി കൊണ്ടോ എന്താണെന്ന് അറിയില്ല. ഇതിനെ തേജോവധം ചെയ്യണമെന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ അവർക്ക്. അങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വേണ്ടപ്പെട്ട അധികാരികളെ വിവരം അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അറിയിച്ചിരുന്നു. പക്ഷെ അവർ വേണ്ട വിധത്തിൽ ഇത് ശ്രദ്ധിച്ചില്ല എന്ന് തന്നെ പറയാം. ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഈ രണ്ടാമത് ഇത് ആവർത്തിക്കില്ലായിരുന്നു. മുൻപും അക്രമമുണ്ടായപ്പോൾ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു അന്വേഷണവും നടത്തിയില്ലെന്ന പരാതിയും പരക്കെയുണ്ട്.
അധികാരികളുടെ നിസ്സംഗത സാമൂഹ്യ വിരുദ്ധർക്ക് എന്തും ചെയ്യാമെന്ന നിലയിൽ എത്തിച്ചിരിക്കുന്നതായി പരാതിപ്പെടുകയാണ് പ്രദേശത്തുകാർ. ഹക്കീം വധം. സംയുക്ത സമരസമിതിയുടെ നിരാഹാര സത്യാഗ്രഹം 89 ദിവസം പിന്നിട്ടു. സംയുക്ത സമരസമിതി അംഗവും ബാർബേഴ്സ് അസോസിയേഷൻ ബ്ലോക്ക് ട്രഷററുമായ NV രാജീവന്റെ നിരാഹാര സമരം 5-ാം ദിവസത്തിലേക്ക് പിന്നിട്ടു. CITU തൊഴിലാളികൾ അഭിവാദ്യ പ്രകടനം നടത്തി. C. കൃഷ്ണൻ MLA, PV കുഞ്ഞപ്പൻ, K. രാഘവൻ, UV രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ഷാജഹാൻ തൃക്കരിപ്പൂർ കവിത അവതരിപ്പിച്ചു. CBI അന്വേഷണം ആവശ്യപ്പെട്ട് സമരസമിതി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കും. പിലാത്രയിൽ നടക്കുന്ന പ്രവാസി ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന വർണ്ണശബളമായ ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. ആഗസ്റ്റ് 12 ബുധനാഴ്ച പിലാത്ര കൈരളി ഓഡിറ്റോറിയത്തിലാണ് പ്രവാസി ജില്ലാ സമ്മേളനം നടക്കുന്നത്. മുന്നോടിയായി നഗരത്തിൽ വർണ്ണശബളമായ വിളംബര ഘോഷയാത്ര നടന്നു. മുത്തുക്കുടുകളും വാദ്യമേളങ്ങളും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. ചെറുതാഴം ബാങ്ക് പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര നഗരം ചുറ്റി പിലാത്രയിൽ സമാപിച്ചു. സമ്മേളനത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 500ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കരിവെള്ളൂർ കുപ്പിപ്പാലത്തിനു സമീപത്തെ റോഡിന്റെ കൊടുംവളവ് അപകട ഭീഷണി ഉയർത്തുന്നു. നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. കുപ്പിപ്പാലത്തിന് സമീപം പെരളം റോഡിലെ അപായകരമായ വളവ് അപകട ഭീഷണി ഉയർത്തുന്നു. 2 കൊടുംവളവുകളാണ് ഇവിടെയുള്ളത്. എതിർദിശയിൽ വളവ് തിരിഞ്ഞു വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ ശ്രമിക്കുന്ന വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. ഇത്തരം വാഹനങ്ങൾ നേരെ പാടത്തേക്ക് ചെന്ന് വീഴുന്നത് സാധാരണ കാഴ്ചയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചെറുപുഴ ആ ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളെല്ലാം ഇതുവഴിയാണ് പോകുന്നത്. ഈ മഴക്കാലത്ത് ഭയങ്കര അപകടം പിടിച്ച ഒരു റോഡാണിത്. പിന്നെ എപ്പോഴും വൈകുന്നേരം രാത്രി 9-8 മണിക്ക് ശേഷം ഈ വണ്ടികൾ കണ്ടത്തിലേക്ക് മറിഞ്ഞു വീഴുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടവർ ചിലർ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെടുന്നത്. യാതൊരുവിധ സിഗ്നൽ ബോർഡുകളും ഇവിടെയില്ല. ഇത്തരത്തിലുള്ള ബോർഡുകൾ വെച്ച് അപകടങ്ങൾ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രവാസി പയ്യന്നൂർക്കാരുടെ ആഗോള കൂട്ടായ്മയായ പയ്യന്നൂർ സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ ഗ്ലോബൽ മീറ്റ് സംഘടിപ്പിച്ചു. കണ്ടോത്ത് കൂർമ്പ ഓഡിറ്റോറിയത്തിൽ C. കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏതെല്ലാം മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് സംബന്ധിച്ച് ഇവിടെ വിശദീകരിക്കുന്നത് ഞാൻ തന്നെ ഒന്നിലധികം തവണ സൗഹൃദവേദിയുടെ വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിലൂടെ എനിക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 2002 ദുബായിൽ നടന്ന പയ്യന്നൂരിലെ പ്രവാസികളുടെ സംഗമത്തിലാണ് പയ്യന്നൂർ സൗഹൃദവേദി എന്ന കൂട്ടായ്മ രൂപം കൊണ്ടത്. ഇതിനോടകം തന്നെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും പയ്യന്നൂർ സൗഹൃദവേദിക്ക് കഴിഞ്ഞു. കണ്ടോത്ത് കൂർമ്പ ഓഡിറ്റോറിയത്തിൽ നടന്ന ഗ്ലോബൽ മീറ്റിൽ വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികൾ പങ്കെടുത്തു. GD നായർ ചടങ്ങിൽ അധ്യക്ഷനായി. ഡോക്ടർ TP ശശികുമാർ മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ VC രവീന്ദ്രൻ, വിനോദ് നമ്പ്യാർ, ജയരാജ് K, D സജിത് ലാൽ, VM രാജീവൻ എന്നിവർ ചടങ്ങിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു. ബ്രിജേഷ് CP നന്ദിയും പറഞ്ഞു. തുടർന്ന് സൗഹൃദവേദി അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കാങ്കോൽ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ പ്രതിരോധത്തിന്റെ പ്രചരണാർത്ഥം വാഹനജാഥ സംഘടിപ്പിച്ചു. കാങ്കോൽ ടൗണിൽ നടന്ന ജാഥയുടെ ഉദ്ഘാടനം KK കൃഷ്ണൻ നിർവഹിച്ചു. N. അബ്ദുൽ ഗഫൂർ അധ്യക്ഷനായി. PP രാജീവൻ, K. പത്മിനി, UV ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. MV ദാമോദരൻ ജാഥ ലീഡർ. ശക്തമായ പ്രക്ഷോഭങ്ങളുടെ ഫലമായി അന്ന് നടപ്പിലാക്കാൻ മടിച്ചു നിന്നിരുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് അതിന്റെ ലക്ഷം ഇരട്ടി വലുപ്പത്തിലുള്ള ജനവിരുദ്ധ നയം ഇന്ന് BJP ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ ഇത് കണ്ടു നിൽക്കാൻ ഇന്ത്യ രാജ്യത്തിന് ഇതിന്റെ അപകടം മനസ്സിലാക്കുന്ന നമ്മുടേതുപോലുള്ള ഒരു പ്രസ്ഥാനത്തിന് നിൽക്കാൻ സാധ്യമല്ല. കേരള പാചക കലാസംഘം അനുമോദന സമ്മേളനം അന്നൂർ മഹാവിഷ്ണു ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്നു. ചടങ്ങ് C. കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. പാചക കലാകാരന്മാരുടെ സംഘടനയായ പാചക കലാസംഘത്തിലെ അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അന്നൂർ മഹാവിഷ്ണു ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ച് അനുമോദിച്ചു. അനുമോദന പരിപാടി C. കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലം ഈ രംഗത്ത് ഏർപ്പെടുന്നവരെ
പ്രത്യേകമായിട്ട് പരിഗണിക്കുന്ന ഒരു നില ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ചില സംഘടനകൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സംസ്ഥാനാടിസ്ഥാനത്തിൽ, ജില്ലാടിസ്ഥാനത്തിലൊക്കെ. പാചകകലാസംഘം പ്രസിഡന്റ് KU ദാമോദര പൊതുവാൾ ചടങ്ങിൽ അധ്യക്ഷനായി. പാചകകലാസംഘം രക്ഷാധികാരി KP ബാലകൃഷ്ണ പൊതുവാൾ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. P രവി, M ശശിധരൻ, A ജഗദീശൻ, EK പൊതുവാൾ, AP രാമകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പുതിയങ്ങാടിയിൽ സ്വന്തമായി വീടില്ലാത്ത മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്ക് വഴിയൊരുങ്ങുന്നു. 24 മത്സ്യത്തൊഴിലാളികൾക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയുടെ അവലോകന യോഗം TV രാജേഷ് MLAയുടെ നേതൃത്വത്തിൽ പുതിയങ്ങാടിയിൽ നടന്നു. സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ലാത്ത മത്സ്യത്തൊഴിലാളികൾക്ക് ഫിഷറീസ്, റവന്യൂ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് വീട് നിർമ്മിച്ചു നൽകുക. നിലവിൽ അപേക്ഷ നൽകിയ 24 കുടുംബങ്ങൾക്കാണ് ഫ്ളാറ്റ് ലഭിക്കുന്നത്. ഇതിനോടൊപ്പം റോഡ് സൗകര്യം, മാലിന്യ സംസ്കരണ സംവിധാനം, അംഗൻവാടി എന്നിവയും ഉണ്ടാകും. പുതിയങ്ങാടി ബീച്ച് റോഡ്, നീരൊഴുക്കുംചാൽ റോഡ് പുനരുദ്ധാരണത്തിനും ഇതോടൊപ്പം പദ്ധതിയുണ്ട്. ഇനിയും അപേക്ഷ നൽകാൻ ബാക്കിയുള്ള മത്സ്യത്തൊഴിലാളികൾ ഓഗസ്റ്റ് 17-നകം പുതിയ അപേക്ഷ നൽകണം. പുതിയങ്ങാടിയിൽ നടന്ന യോഗത്തിൽ TV രാജേഷ് MLA അധ്യക്ഷത വഹിച്ചു. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് രാജമ്മ തച്ചൻ, POP മുഹമ്മദ് അലി, ഫിഷറീസ് വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ദിനേശൻ ചെറുവാട്, J സുരേഷ് ബാബു, KK ഗോപാലകൃഷ്ണൻ, KP സരിക എന്നിവർ സംബന്ധിച്ചു. പയ്യന്നൂർ പുഞ്ചക്കാട് മുല്ലക്കോട്ട് സൗഭാഗ്യ കുടുംബശ്രീ പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ നിർമ്മിക്കുന്ന മുറിവെണ്ണയ്ക്ക് നാട്ടിലും വിദേശത്തും പ്രചാരമേറുകയാണ്. കഴിഞ്ഞ 12 വർഷമായി തുടരുന്ന ഈ സംരംഭത്തിന് ഒരു കൂട്ടം വീട്ടമ്മമാരാണ് നേതൃത്വം നൽകുന്നത്. പയ്യന്നൂർ പുഞ്ചക്കാട് മുല്ലക്കോട്ടെ സൗഭാഗ്യ കുടുംബശ്രീ പ്രവർത്തകർ മുറിവെണ്ണ നിർമ്മാണത്തിൽ സജീവമാണ്. വർഷത്തിൽ 2 തവണയായി നിർമ്മിക്കുന്ന മുറിവെണ്ണക്ക് ആവശ്യക്കാരേറെയാണ്. യൂണിറ്റിലെ 26ഓളം വീട്ടമ്മമാരാണ് മരുന്ന് നിർമ്മിക്കുന്നതിനായിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് കൈറോസ് എന്ന സ്ഥാപനം വഴി ലഭിച്ച പരിശീലനമാണ് മുതൽക്കൂട്ട്. പറവൂർ, ഏഴിമല, കൗവായി തുടങ്ങിയ സ്ഥലങ്ങളിൽ പോയി പച്ചമരുന്ന് ശേഖരിക്കുന്നു. ഇവയൊക്കെ തറിച്ചെടുത്ത് ഉരലിലിട്ട് ഇടിച്ച് പിഴിഞ്ഞ് അരിക്കാടി വെള്ളത്തിൽ ഓട്ടുരുളിയിൽ 6 മണിക്കൂറോളം ചൂടാക്കുന്നു. ചെറിയുള്ളി, വെറ്റില, കറ്റാർവാഴ, വെളിച്ചെണ്ണ എന്നിവയാണ് മുറിവെണ്ണ ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നത്. മുറിവെണ്ണ നിർമ്മാണത്തിനായി 2 ദിവസം വേണ്ടിവരുന്നുണ്ട്. മുറിവെണ്ണക്കായി ആവശ്യക്കാർ നേരത്തെ ബുക്ക് ചെയ്തു വരുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. തുടർച്ചയായിട്ട് നമ്മൾ ഇതാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് ഇന്നും കൊല്ലത്തിൽ 2 പ്രാവശ്യം നമ്മൾ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ കൂട്ടായ്മയോടും കൂടി എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് തുടങ്ങിയൊരു സംരംഭമാണ്. അതിപ്പം കുടുംബശ്രീയുടെ ഭാഗമായിട്ട് വന്ന് കുടുംബശ്രീയിൽ ആക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വന്നിട്ട് ഈ എല്ലാവരും മരുന്നും പറിച്ചു കൊണ്ടുവന്ന് ഭയങ്കര വിഷമൂല്യ ഇതാണ് നമുക്കിത്. ഈ മരുന്ന് പറിക്കലും ഈ ഉങ്ങും തോലി എന്ന് പറഞ്ഞ ഒരു സാധനം നമുക്ക് എവിടുന്നും കിട്ടൂല. അത് നമ്മൾ അങ്ങ് പുഴക്കരക്കെല്ലാം പോയി, പുഴക്കരക്കുന്ന് കിട്ടുന്ന സാധനമാണത്. പുഴക്കരക്കെല്ലാം പോയി മരത്തുമെന്നെല്ലാം കയറിയിട്ട് വേണം നമുക്കത് പറിച്ചിട്ട് തോല് വലിച്ചിട്ട് കൊണ്ടുവന്നിട്ട് നമുക്കത് ഇടിച്ച് പീഞ്ഞിട്ട് വേണം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നാട്ടിൽ നിന്നു മാത്രമല്ല വിദേശങ്ങളിലേക്കും ഇവക്ക് ആവശ്യക്കാർ ഉണ്ടെന്നതാണ് ഏറെ കൗതുകം. നടുവേദന, തീപ്പൊള്ളൽ, മുറിവ്, കടച്ചിൽ എന്നിവക്കാണ് മുറിവെണ്ണ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ 12 വർഷമായി മരുന്ന് നിർമ്മാണം തുടർന്നു വരുന്നുണ്ട്. കർക്കിടക മാസത്തിൽ മുറിവെണ്ണയെ കൂടാതെ പ്രസവരക്ഷാ മരുന്നും നിർമ്മിക്കുന്നുണ്ട്. ഇതുകൂടാതെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഈ കൂട്ടായ്മ സജീവമാണ്. മാട്ടൂൽ ലിറ്റിൽ ഫ്ലവർ അലുമിനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കടലിനും ഇടയിൽ കൃത്യമായി പറഞ്ഞാൽ ഒരു 600 ഏക്കർ സ്ഥലം അന്ന് എക്വയർ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് അബ്ദുൽ കലാം ആ മേഖലയിലേക്ക് എത്തുന്നത്. ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ VT വില്യംസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കണ്ണൂർ രൂപത മെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ അലക്സ് വടക്കുന്തല എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. ചടങ്ങിന്റെ ഭാഗമായി KCYM മനുഷ്യസ്നേഹി അവാർഡ് നേടിയ ഷാജി ലോറൻസിനെയും ആദരിച്ചു. റവറൻ ഫാദർ ജേക്കബ് ജോസ്, ഫാദർ ജോൺ സിമേത്തി, KG വർഗീസ് എന്നിവർ ചടങ്ങിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു. സെക്രട്ടറി T ലോറൻസ് സ്വാഗതവും ട്രഷറർ T ലൂയിസ് നന്ദിയും പറഞ്ഞു. കരിവെള്ളൂർ AVS മാർഗ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ഷെർലക് ഹോംസ് പ്രദർശനം ശ്രദ്ധേയമായി. 10ാം തരം ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ മെത്തേഡ് ഓഫ് ഷെർലക് ഹോംസ് എന്ന ഭാഗത്തെ ആസ്പദമാക്കിയാണ് പ്രദർശനം ഒരുക്കിയത്. ഹോൾമസ് സ്വീറ്റ് ഹോം എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രദർശനം കുട്ടികളുടെയും അധ്യാപകരുടെയും ഉൽപ്പന്നങ്ങളാൽ ശ്രദ്ധേയമായി തീർന്നു. ഷെർലക് ഹോംസ് എന്ന കഥാപാത്രത്തെക്കുറിച്ച് കുട്ടികൾ ശേഖരിച്ച വസ്തുതകൾ
ഹോംസ് കഥകൾ, ഹോംസ് തമാശകൾ എന്നിവയ്ക്ക് പുറമെ ഇംഗ്ലീഷ് അധ്യാപകനായ ധനേശൻ എം വി തയ്യാറാക്കിയ ഷെർലക് ഹോംസ് പ്രതിമയും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. നമ്മൾ എ വി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10F ക്ലാസ്സും 10D ക്ലാസ്സും കൂടിയിട്ടാണ് ഇവിടെ ഷെർലക് ഹോംസിൻ്റെ ഇങ്ങനൊരു പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ മെത്തേഡ് ഓഫ് ഷെർലക് ഹോംസ് എന്ന പേരിൽ ഒരു പാഠം പഠിക്കാനുണ്ട്. ആദർ കോനൻ ഡോയിലിൻ്റെ ഒരു നോവലിൻ്റെ ആദ്യ ഭാഗമാണത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഷെർലക് ഹോംസിനെ കുറിച്ചുള്ള ഏറ്റവും അറിയപ്പെടാത്ത ഫാക്ട്സ്, ജോക്സ്, പിന്നെ നമ്മുടെ ധനേശ് മാഷ് ഒരുക്കിയ പ്രതിമ ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രദർശനം കാണാനെത്തിയ കുട്ടികൾക്കെല്ലാം ഷെർലക് ഹോംസിന്റെ ചിത്രം പകർത്തിവരക്കാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. ചെറുവത്തൂർ മടക്കരയിൽ നിർമ്മിച്ച മത്സ്യബന്ധന തുറമുഖം ഉദ്ഘാടനം ഓഗസ്റ്റ് 21-ന്. സംഘാടക സമിതി യോഗം കെ കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിലെ തീരദേശ ജനതയുടെ സ്വപ്ന പദ്ധതിയായ മത്സ്യബന്ധന തുറമുഖം 21-ന് രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തുറന്നുകൊടുക്കും. ഫിഷറീസ് മന്ത്രി കെ ബാബു, പി കരുണാകരൻ MP, ജില്ലയിലെ MLA-മാർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവർ പങ്കെടുക്കും. ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി കാർത്തിയായനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം കെ കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. കെ നാരായണൻ, മുകേഷ് ബാലകൃഷ്ണൻ, KP വത്സലൻ, മുനമ്പത്ത് ഗോവിന്ദൻ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ഭാരവാഹികളായി കെ കുഞ്ഞിരാമൻ MLA ചെയർമാനും മമ്മു പറമ്പത്ത് ജനറൽ കൺവീനറും മുനമ്പത്ത് ഗോവിന്ദൻ കൺവീനറുമായി വിപുലമായ സംഘാടക സമിതിക്ക് രൂപം നൽകി. പിലാത്തറ ഗാന്ധിയൻ സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ആധാർ രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോവപ്പുറം ജംഗ്ഷനിൽ നടന്ന ക്യാമ്പ് അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് നൌഷാദ് വാഴവളപ്പിൽ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി. ഡഗ്ലസ് കെ മാർക്കോസ്, സുധീർ വെങ്ങര, മോഹൻ കക്കോപ്രവൻ, ജയരാജ് മാസ്റ്റർ, ശശി കുട്ടില, ശ്രീജിത്ത് പൊങ്ങാടൻ, സന്ദീപ് പാണപ്പുഴ, നിതിൻ NE, രാഹുൽ PK എന്നിവർ സംസാരിച്ചു. നിരവധി പേർ ക്യാമ്പിൽ സംബന്ധിച്ചു. ഓഗസ്റ്റ് 11-ന് നടക്കുന്ന ജനകീയ ഉപരോധത്തിന്റെ മുന്നോടിയായി പെരളം സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. പെരളം AKG സ്മാരക വായനശാലയിൽ നടന്ന പരിപാടിയിൽ ജാഥ ലീഡർ KP ജ്യോതി സംസാരിച്ചു. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമല്ല ഈ രാജ്യത്ത് നടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആരോഗ്യ മേഖല എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇന്ത്യ സ്വതന്ത്രയായി 47 വർഷം കഴിഞ്ഞു. കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂൾ 2014-15 വർഷത്തെ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV ഗൗരി വിതരണോദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്ന സ്കൂളാണ് ഈ സ്കൂൾ. വളരെ അഭിമാനം തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ അതിന്റെ സൂചിപ്പിച്ചു കഴിഞ്ഞു അല്ലെ. എന്റെ കുട്ടിക്ക് ഒരു വിദ്യാഭ്യാസം നേടണമെങ്കിൽ ഞാൻ എവിടെയാണ് എന്റെ കുട്ടിയെ ചേർക്കേണ്ടത്? കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിൽ 1 മുതൽ 7 വരെ ക്ലാസ്സുകളിൽ കൂടുതൽ മാർക്ക് നേടിയ കുട്ടികളെയാണ് എൻഡോമെന്റ് നൽകി അനുമോദിച്ചത്. 4ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ വിദ്യാർത്ഥികൾക്ക് കുഞ്ഞിമംഗലം ബ്രദേഴ്സ് UAE ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡുകളും പ്രവൃത്തി പരിചയമേള, കലാമേള, കായികമേള, ചിത്രരചന, ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, ഗണിതം തുടങ്ങിയ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കും പ്രത്യേക സ്കോളർഷിപ്പുകളും UP LP വിഭാഗങ്ങളിലെ മികച്ച വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ക്യാഷ് അവാർഡുകളും ചടങ്ങിൻ്റെ ഭാഗമായി വിതരണം ചെയ്തു. കഴിഞ്ഞ SSLC +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും ചടങ്ങിൻ്റെ ഭാഗമായി നടന്നു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C ചന്ദ്രിക ചടങ്ങിൽ അധ്യക്ഷയായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാസ്മിൻ A, പഞ്ചായത്ത് അംഗം M ശ്രീധരൻ, SMC ചെയർമാൻ K ദിനേഷ് കുമാർ, കുഞ്ഞിമംഗലം ബ്രദേഴ്സ് UAE അംഗം TP മധുസൂദനൻ എന്നിവർ ചടങ്ങിന് ആശംസയർപ്പിച്ചു. പ്രധാനാധ്യാപിക ശ്രീകുമാരി KG സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി V മോഹനൻ നന്ദിയും പറഞ്ഞു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോമിയോപ്പതി ടൗൺ തൃക്കരിപ്പൂർ ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് MDP അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. ടൗൺ തൃക്കരിപ്പൂർ വൈസ് പ്രസിഡന്റ് CK മൻസൂർ അധ്യക്ഷനായി. T ആയിഷ, CKP അഹമ്മദ് ഹാജി, MV അപ്പൂഞ്ഞി, V രാമചന്ദ്രൻ, KV കൃഷ്ണപ്രസാദ്, V ആശ, M യൂസഫ് ആനച്ചാൽ, ഡോക്ടർ തൈസീർ ഹംസ, ഹാരി സത്തിക്കൽ എന്നിവർ ചടങ്ങിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് എളമ്പച്ചി ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജയ നായർ ആരോഗ്യ ക്ലാസ് എടുത്തു. നിരവധി പേർ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു.
താവം ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൈബർ ലോകത്തെ ചതിക്കുഴികൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. KAP 4ാം ബറ്റാലിയനിലെ ASI TV ഉണ്ണികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 1942 ഓഗസ്റ്റ് 9 നമ്മുടെ ആരാധ്യനായ ബഹുമാനായ ശ്രീ മഹാത്മജിയെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ യുവകേന്ദ്രയുടെ സഹകരണത്തോടെയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. സൈബർ ലോകത്തെ കുറ്റകൃത്യങ്ങൾ തടയുക, നവമാധ്യമങ്ങളിലെ ചതിക്കുഴികളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സെമിനാർ നടത്തിയത്. ജില്ലയിലെ നെഹ്റു യുവകേന്ദ്ര അഫിലിയേറ്റ് ചെയ്ത ക്ലബ്ബുകളുമായി സഹകരിച്ച് 50ഓളം ക്ലബ്ബുകളിൽ ഇതേ വിഷയത്തെ അധികരിച്ച് സെമിനാർ നടക്കും. VRV7 പയ്യന്നൂർ സൈബർ സെല്ലിലെ ഓഫീസർ K. റൌഫ് എന്നിവർ വിഷയാവതരണം നടത്തി. PP നികേഷ് അധ്യക്ഷത വഹിച്ചു. സന്തോഷ് PP, A. രാജേഷ്, PK നിഷാദ്, KV രതീഷ്, T. ഷിനു, E. പ്രജിത്ത് എന്നിവർ സംബന്ധിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെയും അനുമോദിച്ചു. സമഗ്ര ഉറവിട നവീകരണ ശുചിത്വ യജ്ഞം 2ാം ഘട്ടം തൃക്കരിപ്പൂർ പഞ്ചായത്ത് പരിസരത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഉടുമ്പൻതല PHCയുടെയും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന സമഗ്ര ഉറവിട നശീകരണ ശുചിത്വ യജ്ഞം ഓഗസ്റ്റ് 18 വരെ തുടരും. പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും NREG വർക്കേഴ്സ്, കുടുംബശ്രീ ആരോഗ്യ വളണ്ടിയേഴ്സ്, ആശാപ്രവർത്തകർ, NSS, റെഡ് ക്രോസ് വിദ്യാർത്ഥികൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് AGC ബഷീർ പറഞ്ഞു. കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ ആഗസ്റ്റ് 10 മുതൽ 14 വരെ ഈ സമഗ്ര ശുചിത്വ യജ്ഞത്തിൻ്റെ 2ാം ഘട്ടം ആരംഭിക്കുകയാണ്. ഇന്ന് പഞ്ചായത്ത് തലത്തിലുള്ള സമാരംഭമാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഗ്രാമതലങ്ങളിൽ വാർഡ് തല ശുചിത്വ സമിതിയുടെ നേതൃത്വത്തിൽ പ്രത്യേകമായി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MTP കരീം, ഉടുമ്പൻതല PHC ഹെൽത്ത് ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ, VK ബാബ, T. അജിത, T. കണ്ണൻ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് പഞ്ചായത്ത് പരിസരത്തു നിന്നും ആരംഭിച്ച ശുചിത്വ ബോധവൽക്കരണ റാലി ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1991 SSLC ബാച്ചിന്റെ ജനറൽ ബോഡി യോഗം ചെയർമാൻ സന്തോഷ് NV അധ്യക്ഷതയിൽ നടന്നു. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയാണ് യോഗം ആരംഭിച്ചത്. 1991 ബാച്ചിൽ അസുഖം മൂലം കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കാനും AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ തണലൊരുക്കം ഭവന നിർമ്മാണ കമ്മിറ്റിക്ക് സാമ്പത്തിക സഹായം നൽകാനും യോഗം തീരുമാനിച്ചു. സുമേഷ് CK പ്രസിഡന്റായും ശ്രീജിത്ത് കുമാർ PC സെക്രട്ടറിയായും പുതിയ ഭാരവാഹികളെയും യോഗം തെരഞ്ഞെടുത്തു. ഉദിനൂർ കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ ശതാബ്ദി ആഘോഷം 2015 ജനുവരി മുതൽ ഡിസംബർ വരെ. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നു. ഉദിനൂർ കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി മംഗലാപുരം കസ്തൂർബ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ സൗജന്യ ചികിത്സയും മരുന്ന് വിതരണവും നടത്തി. അലോപ്പതി, ആയുർവേദ വിഭാഗങ്ങളിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഡോക്ടർമാർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു. കാസർഗോഡ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ C. രാഘവൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ നിങ്ങൾ എല്ലാവരും ഈ വിദ്യാലയത്തെ നിങ്ങളുടെ വീടിനെ പോലെ തന്നെ ഈ വിദ്യാലയത്തെ സ്നേഹിക്കുന്ന ഒരു അവസ്ഥ പണ്ടേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു കുഞ്ഞബ്ദുള്ളയുടെ മകനും ഈ നാട് വിട്ടിട്ട് പുറത്തെ നാട്ടിലെ സ്കൂളിൽ പോകാത്തത്. ഒരു സാവിത്രിയുടെ കുട്ടിയും. സംഘാടക സമിതി ചെയർമാൻ KV ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ TV രവീന്ദ്രൻ സ്വാഗതം ആശംസിച്ച ക്യാമ്പിൽ ഹെർബർട്ട് മാരിയോ പെരേരിയ, ഡോക്ടർ സുഭദ്ര K, ഡോക്ടർ ശോഭ, അബ്ദുൾ റസാഖ്, PP ശാരദ, ചന്ദ്രാംഗതൻ മാസ്റ്റർ എന്നിവരും സംസാരിച്ചു. നിരവധി രോഗികൾ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ സെക്കൻഡറി ലെവൽ പാലിയേറ്റീവ് കെയർ ഓണക്കിറ്റ് വിതരണം നടന്നു. സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓണക്കിറ്റ് നൽകുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു അനുഭൂതി, ഒരു സന്തോഷം എന്ന് പറയുന്നത് ചെറുതായി കാണാൻ സാധിക്കില്ല. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV ഗോവിന്ദന്റെ അധ്യക്ഷതയിൽ പിലിക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TV ശ്രീധരൻ മാസ്റ്റർ ഫണ്ടും TV ഗോവിന്ദൻ ഓണക്കിറ്റും വിതരണം ചെയ്തു. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ CKP കുഞ്ഞബ്ദുള്ള, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സത്താർ വടക്കുംപാട്, കരുണാകരൻ മേസ്ത്രി, K. പ്രഭാകരൻ, കോർഡിനേറ്റർ ഡോക്ടർ ഷിജി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ താഴത്തുവീട്ടിൽ ഹരീന്ദ്രന്റെ വീടിന് സമീപത്തു നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി. തളിപ്പറമ്പ് റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗമായ പവിത്രനാണ് പാമ്പിനെ പിടികൂടിയത്.
പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ താഴത്ത് വീട്ടിൽ ഹരീന്ദ്രന്റെ വീട്ടിലെ കോഴിയെ വിഴുങ്ങിയതിനു ശേഷം കോഴിക്കൂട്ടിൽ തന്നെ ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്ന പാമ്പിനെ തളിപ്പറമ്പ് റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗവുമായ പാമ്പ് പിടുത്തക്കാരൻ പവിത്രൻ പിടികൂടുകയായിരുന്നു. ഭക്ഷിച്ച കോഴിയെ പിന്നീട് വാലിയുടെ പുറന്തള്ളി. പിടികൂടിയ പാമ്പിനെ വനംവകുപ്പിന് കൈമാറി വനത്തിലേക്ക് വിട്ടയച്ചു. മാറ്റലി. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് 2010 വാർഡ് വിഭജനത്തെ ആധാരമാക്കിയെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പുതിയ വാർഡ് വിഭജനം പൂർത്തിയാകും വരെ തിരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്ന് സംസ്ഥാന സർക്കാർ. പ്രതികരണങ്ങളിലേക്ക്. പുതിയ ഭരണസമിതിയുടെ അധികാരത്തിൽ വരുത്തണമെന്നും നിയമം നിലവിലേക്ക് ആ നിയമത്തെ മറികടന്നുകൊണ്ട് അതിനെ തൂത്തെറിഞ്ഞുകൊണ്ട് ഉള്ള ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. സർക്കാർ സ്വീകരിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് അവർ ഉദ്ദേശിച്ച രീതിയിൽ കേരളത്തിലെ വാർഡുകളുടെ വിഭജനം നടത്തി തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം നിലനിർത്തുന്നതിനാവശ്യമായ രീതിയിലേക്കുള്ള സംവിധാനം കൊണ്ടുവരുന്നതിൽ അല്പം താമസം വന്നു പോയി, അല്ലെങ്കിൽ ഇതിനെ പറ്റിയില്ല എന്നുള്ള ഏക കാരണം കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു മുൻകൈ പ്രവർത്തനം ഇതുവരെ നടത്തി പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ആവശ്യമായ രീതിയിലുള്ള ക്രമീകരണം ഇനിയും വരുത്താൻ വേണ്ടി കഴിഞ്ഞില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് UDF അനുകൂലമാക്കി മാറ്റാൻ കേരളത്തിലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വാർഡുകൾ മുറിച്ച് മാറ്റി അതൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം തെരഞ്ഞെടുപ്പ് നടത്തിയാൽ നമുക്ക് അനുകൂലമാക്കിയ വിധി ഉണ്ടാക്കാമെന്ന ഈ UDF വ്യാമോഹം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെതിരായിട്ട് ഇന്നിപ്പോൾ പ്രഖ്യാപനം നടത്തി. ഇനി അറിയിപ്പുകൾ. അന്നൂർ UP സ്കൂൾ വിദ്യാരംഗം സാഹിത്യവേദി സംസ്കൃത കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 11 ഉച്ചയ്ക്ക് 2 മണിക്ക് ആദികാവ്യത്തിലൂടെ പരിപാടി സംഘടിപ്പിക്കുന്നു. കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 12 ഇലയറിവ് ഇലക്കറിമേള സംഘടിപ്പിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹൈക്കോടതിയിൽ സർക്കാർ ഒടുവിലായി നാണം കെട്ടത് പെരിങ്ങോം ഭൂമി തട്ടിപ്പ് കേസിൽ. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് AG ഓഫീസിനെതിരെ ഉയർത്തിയ രൂക്ഷ വിമർശനത്തിന് പശ്ചാത്തലമായത് പയ്യന്നൂരിലെ അഡ്വക്കേറ്റ് MV അമരേശൻ മുഖേന ഹൈക്കോടതിയിലെത്തിയ ഈ കേസായിരുന്നു. മാടായിക്കാവ് ക്ഷേത്രത്തിലെ ജൈവവൈവിധ്യ കേന്ദ്രമായ വള്ളിക്കെട്ട് കാവിൽ മാലിന്യ ടാങ്ക് നിർമ്മിക്കുന്നതിനെതിരെ ജനകീയ പ്രതിഷേധം ശക്തമാകുന്നു. നിർമ്മാണത്തിനെതിരെ പരിസ്ഥിതി സംഘടനകളും രംഗത്ത്. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഗാന്ധി സംഘത്തിന്റെ ഓണമേള ഗാന്ധി പാർക്കിൽ C. കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. പുതിയങ്ങാടി മേഖലയിൽ ഭവനരഹിതരായ മത്സ്യത്തൊഴിലാളികൾക്ക് വീടൊരുങ്ങുന്നു. പദ്ധതിയുടെ അവലോകന യോഗം TV രാജേഷ് MLA യുടെ അധ്യക്ഷതയിൽ നടന്നു. ഓഗസ്റ്റ് 12 നടക്കുന്ന പ്രവാസി ജില്ലാ സമ്മേളനത്തിന്റെ വരവറിയിച്ച ബിലാത്രയിൽ വിളംബര ഘോഷയാത്ര. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.